ഏതെങ്കിലും ഒരു നഗരത്തിന്റെ വ്യത്യസ്തമായ ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു ആക്രമണം നടത്തുന്നത് പോലെ അല്ല. ചെങ്കോട്ട പോലെ ഡൽഹിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടമായ ഒരിടത്തിൽ വലിയ ജനത്തിരക്കുള്ള ഒരു ഭാഗത്ത് ഇത്തരത്തിൽ കടന്നാക്രമണം നടത്തുന്നത്. പറഞ്ഞല്ലോ, ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ ബോംബ് സ്ഫോടനങ്ങൾ അതൊക്കെ കൂടുതൽ ശ്രദ്ധ, പബ്ലിസിറ്റി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഭീകരരെ ചെയ്യുന്നത്. ഇവിടെയും അതുതന്നെ ആയിരിക്കണം അവരുടെ ഉദ്ദേശം എന്നുള്ളത് വളരെ കൃത്യമാണ്. സ്ഫോടനത്തിന് ഭീകരർ തിരഞ്ഞെടുത്ത സമയവും വളരെ പ്രധാനപ്പെട്ടതാണ്. ബീഹാറിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അല്ലെങ്കിൽ അവസാന ഘട്ട പോളിംഗ് നടക്കുന്നതിന്റെ തൊട്ട് തലേന്നാണ് ഡൽഹിയിലെ സ്ഫോടനം ഉണ്ടായത്. രാജ്യത്തെ ഒരു പ്രധാന സംസ്ഥാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്തണമെന്ന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഭീകരരുടെ ഈ ഭീഷണിക്ക് ബീഹാറിലെ ജനങ്ങൾ ഒട്ടും വഴങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ അതിന് ചെവി കൊടുത്തിട്ടില്ല എന്നാണ് അവിടെ നിന്നുള്ള പോളിംഗ് സംബന്ധിച്ച റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാവിലെ 11 മണി വരെ 31.38% പോളിംഗ് ബീഹാറിൽ നടന്നു കഴിഞ്ഞു. കനത്ത തോതിലുള്ള പോളിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 9 മണിക്ക് പോളിംഗ് ശതമാനം 14.55 ആയിരുന്നു. ഇത് തന്നെ ഒരു സർവകാല റെക്കോർഡാണ്. ഒന്നാം ഘട്ട പോളിംഗ് ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് നിരക്കായിരുന്നു.